മിഷൻ VFA ബേക്കോ LDCയുടെ ഡേ 9 ആണ് ഇന്ന്. ഡേ 9ൻ്റെ ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് റിവിഷൻ. മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ ക്ലാസ് 8 ആണ്. ഇംഗ്ലീഷിൻ്റെ റൂൾ നമ്പർ 8 ആണ്. നോക്കാം. രണ്ട് സിംഗുലർ നൗൺസ് കൂടിച്ചേരുന്നു. ആൻഡ് എന്ന വേർഡ് വെച്ചിട്ട് കൂടിച്ചേരുന്നു. അന്നേരം അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും വരുന്നതാണ് പ്ലൂറൽ വെർബ് തന്നെയാണ് വരിക. ഇപ്പം ഹി ആൻഡ് ഷീൻ്റെ കൂടെ ആർ എന്ന വെർബാണ് വരിക. ഹി ആൻഡ് ഷീ ഈസ് എന്ന് പറഞ്ഞ് വരത്തില്ല. ഓക്കെ. എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്നും വരാം, ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എന്നും വരാം. അതിൽ ആ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് യൂസ് ചെയ്തിരിക്കുന്ന ഏത് കോൺസെപ്റ്റിനാണ്, സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് എങ്കിൽ ഈസ് വരും. എന്നാൽ രണ്ടും രണ്ടായിട്ടാണ് പറയുന്നതെങ്കിൽ ആർ വരും. രണ്ടായിട്ട് വരുന്ന എങ്ങനെയൊക്കെയാ? ബ്രെഡ് ആൻഡ് ജാം ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമോ? ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡും അതിൻ്റെ ഉള്ളിൽ ജാം, അത് ഒരുമിച്ച് പോകുന്നതാണ്. വേറെ ഒരെണ്ണം പറയാം, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് സോൾഡ് ഹിയർ അറ്റ് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുമോ? അത് പറയത്തില്ല. കാരണം എന്താ? ബ്രെഡും ബട്ടറും രണ്ടിനും രണ്ട് വിലയാണ്. ബ്രെഡ് മേടിക്കുമ്പോൾ ജാം അതിൻ്റെ കൂടെ വരുന്ന സാധനമല്ല. ഓക്കെ. അപ്പം ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഹിസ് ഓൺലി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഹിസ് ഓൺലി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാം. അതുപോലെ തന്നെ വരുന്നതാണ് റൈസ് ആൻഡ് കറി ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് എന്ന് വരുമോ? വരും. കാരണം റൈസിൻ്റെ കൂടെ പച്ചച്ചോറ് തന്നെ തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചോറും കറിയും, അതാണ് ഇന്നത്തെ എൻ്റെ. അല്ലെങ്കിൽ ചോറും കറി ഇവകളാണ് എന്ന് പറയത്തില്ലല്ലോ, ഇതാണ് എന്നല്ലേ പറയാം. ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന പോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി, അതിൻ്റെ കൂടെ വിൻസ് ദ റേസ്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ, ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ബ്രിങ്സ് നോളജ്, ത്രെഡ് ആൻഡ് നീഡിൽ ഈസ് യൂസ്ഡ് ഫോർ സീയിങ്. അങ്ങനെ ചില വേർഡ്സ് ഉണ്ട്, ചില ശൈലികളുണ്ട്. ഒരു യൂണിറ്റിനെ മാത്രം, അതായത് ഒരു കോൺസെപ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചില ശൈലികളുണ്ട്. എന്നാൽ അത് സിംഗുലർ, ഒരു കാര്യത്തെയാണോ അതെയോ മൾട്ടിപ്പിൾ കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ആ വേർഡ് ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ബ്രെഡ് ആൻഡ് ബട്ടർ, ടൈം ആൻഡ് ടൈഡ്, ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ, പെൻ ആൻഡ് ഇങ്ക്, അങ്ങനെയൊക്കെ ഉള്ളത്. അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടാം. അത് അടുത്തത് ഫോറിൻ വേർഡ്സ് ആണ്. പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അൽ ഹോമിനം, അറ്റാക്ക് സംവൺസ് റെപ്യൂട്ടേഷൻ എന്നാണ്. ഹോമി എന്ന് പറയുമ്പോൾ അത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചാൽ ഹോമിനം, അറ്റാക്ക് സംവൺസ് റെപ്യൂട്ടേഷൻ. അടുത്ത അഡ്ഹോക്ക്, ഫോർ എ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയാം. ആബ് ഇനിഷ്യോ, ഫ്രം ദി ബിഗിനിങ്, ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടില്ല, ഫ്രം ദി ബിഗിനിങ്. അടുത്തത് അവാൻഡ് ഗാർഡെ, ന്യൂ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഐഡിയാസ് ആൻഡ് മെത്തേഡ്സ്, ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചറിലൊക്കെ എക്സ്പെരിമെൻ്റൽ ഐഡിയാസിനെയാണ് അവാൻഡ് ഗാർഡെ എന്ന് പറയാം. അടുത്തത് അൽ ഫ്രസ്കോ, ഇൻ ദി ഓപ്പൺ എയർ, അഫിഷിയോനാഡോ ആൻഡ് ആർഡൻറ്റ് അഡ്മയർ, ഫാൻ, എന്തിൻ്റെയും ഫാൻ ആവുക, അങ്ങനെ. അടുത്തത് ആഡ് വെലോറം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ വാല്യൂ, ആ ഒരെണ്ണത്തിൻ്റെ വാല്യൂവിനെ കുറിക്കുന്നതാണ്. വെലോറം എന്നതിലുണ്ട്. പിന്നെ എയ്ഡ് ഡി ക്യാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി അസിസ്റ്റൻറ്റ്, എയ്ഡ് ഡി ക്യാമ്പ്. അടുത്ത് അലിയാസ്, എ ഫാൾസ് ഓർ അസ്യൂംഡ് ഐഡൻറ്റിറ്റിയാണ് അലിയാസ്. അടുത്ത അൽമ മാറ്റർ, കോളേജ് ദാറ്റ് വൺ ഫോർമലി അറ്റൻഡഡ്. ഇത്രയാണ് ഇന്ന് നോക്കുന്നുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. കറണ്ട് അഫേഴ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് നാഷണൽ ഗെയിംസ് എന്ന ടോപ്പിക്കാണ്. 2025 ഉത്തരാഖണ്ഡിൽ വെച്ച് നാഷണൽ ഗെയിംസ് നടന്നു. അതുകൊണ്ട് അത് കറണ്ട് അഫേഴ്സിൽ വരും. അതുകൊണ്ടാണ് ആ ടോപ്പിക് എടുത്തത്. നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ കുറേ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നു. ഇനി ഇതിൽ ഇന്ത്യൻ സായുധ സേനയുടെ കായിക ടീമായ സർവീസസും മത്സരത്തിൽ പങ്കെടുക്കുന്നു. അപ്പം പ്രധാനമായിട്ടുള്ളത് സ്റ്റേറ്റ്സും പിന്നെ യൂണിയൻ ടെറിട്ടറീസിലും ഉള്ള ആളുകളും പിന്നെ സായുധ സേനയുടെ സർവീസസ്, ഇവർ എല്ലാവരുമാണ് ഇതിൻ്റെ അകത്ത് കളിക്കുന്നത്.
ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗെയിംസ്, നാഷണൽ ഗെയിംസ് എന്ന പേരിൽ നടത്തുന്നത്. ആദ്യകാലത്ത് ഇന്ത്യൻ ഒളിമ്പിക്സ് എന്നാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പം ആദ്യം ഗെയിംസ് നടന്നത് 1924-ലാണ്. 1924 ലാഹോറിൽ വെച്ചാണ് നടന്നത്. 24 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഈ ലാഹോർ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് 1924 ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്ന പേരിൽ നാഷണൽ ഗെയിംസ് നടക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോഴുള്ള ആദ്യത്തെ 1948-ലാണ്. അത് ലക്നൌവിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി ഒളിമ്പിക്സിൻ്റെ മാതൃകയിൽ തന്നെ ഇന്ത്യയുടെ ആധുനിക ദേശീയ ഗെയിംസ് നടന്നത് 1985-ലാണ്. 1985 ഡൽഹിയിൽ വെച്ച് നടന്ന ഈ ഒളിമ്പിക്സ് മുതലാണ് ഈ നാഷണൽ ഗെയിംസ് മുതലാണ് ഒരു ഒളിമ്പിക്സിലോട്ടുള്ള ഒരു അതേ മോഡലിലേക്ക് നടത്താൻ തുടങ്ങിയത്. അപ്പോൾ 1925 ലാഹോറിൽ വെച്ച് ആദ്യത്തെ നടന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1948 ലക്നൌവിൽ വെച്ച് നടക്കുന്നു. 1985 ഡൽഹിയിൽ വെച്ച് പുതിയ ഒളിമ്പിക് മോഡലിലുള്ള നാഷണൽ ഗെയിംസ് നടക്കുന്നു. ഇനി ഈ നാഷണൽ ഗെയിംസിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഗെറ്റ് സെറ്റ് പ്ലേ എന്നുള്ളതാണ്. ഗെറ്റ് സെറ്റ് പ്ലേ. ഈ മത്സരം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തന്നെയാണ്. ഇനി ഈ ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്നത് 38ാമത്തെ നാഷണൽ ഗെയിംസ് ആണ്. 2025 38ാമത്തെ നാഷണൽ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ്. 39ാമത്തെ നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നത് മേഘാലയയിൽ വെച്ചാണ്. ഇനി 38ാമത്തെ നാഷണൽ ഗെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഭാഗ്യചിഹ്നം മൗളി എന്നതാണ്. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയായ മൊണാലി, ആ പേരിൽ നിന്നാണ് മൗളി എന്ന പേര് ഇതിൻ്റെ ഭാഗ്യചിഹ്നമായിട്ട് വന്നത്. ഈ വർഷത്തെ പ്രമേയം സങ്കൽപ് സേ ശിഖർ തക് എന്നുള്ളതാണ്. സങ്കൽപ് സേ ശിഖർ തക്. ഇനി ഈ വർഷത്തിലെ ഈ നാഷണൽ ഗെയിംസിൽ 4 പുതിയ ഇനങ്ങൾ, പ്രദർശന ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ എക്സാമിന് വരും. കളരിപ്പയറ്റ്, യോഗ, മല്ലഖാമ്പ, റാഫ്റ്റിംഗ്. കളരിപ്പയറ്റ്, യോഗ, മല്ലഖാമ്പ, റാഫ്റ്റിംഗ്. ഈ 4 ഐറ്റമാണ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത്. ഇനി ഇതിൽ 1ാം സ്ഥാനത്തെത്തിയത് സർവീസസ് ആണ്. 2ാമത് മഹാരാഷ്ട്ര, 3ാമത് ഹരിയാന, 4ാമത് കർണാടക. സർവീസസ്, മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക. സർവീസസ്, മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക. കേരളത്തിൻ്റെ സ്ഥാനം 14-ആണ്. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. കേരളത്തിൻ്റെ നാഷണൽ ഗെയിംസിന് കിട്ടിയ സ്ഥാനം 14-ആണ്. കേരളത്തിന് 14ാമത്തെ സ്ഥാനമാണ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ കേരളത്തിന് 13 സ്വർണ്ണ മെഡലും 17 വെള്ളി മെഡലും 24 വെങ്കലവും, അങ്ങനെ മൊത്തം 54 മെഡലുകൾ കിട്ടി. 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം. 13, 17, 24. ഇനി ഇതിൽ ദേശീയ ഗെയിംസിലെ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ മലയാളിയാണ് സാജൻ പ്രകാശ്. വനിതകളിൽ 45 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയ മലയാളിയാണ് PF സപ്ന ജാസ്മിൻ. നീന്തലിൽ 200 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ സ്വർണം നേടിയ മലയാളി താരമാണ് ഹർഷിത ജയറാം. 3 പേരുടെ പേര് ഓർത്തിരിക്കണം നാഷണൽ ഗെയിംസിൽ: സാജൻ, സപ്ന, ഹർഷിത. സാജൻ ഇരട്ട വെങ്കലം നീന്തലിൽ, സപ്ന സ്വർണം 45 കിലോ ഭാരോദ്വഹനം, ഹർഷിത സ്വർണം നീന്തൽ 200 മീറ്ററിൽ ബ്രസ്റ്റ് സ്ട്രോക്കിൽ. കേരളത്തെ 13 ഗോൾഡ്, 17 സിൽവർ, 24 ബ്രോൺസ്. ഇനി 37ാമത്തെ നാഷണൽ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. ഗെറ്റ് സെറ്റ് ഗോവ എന്നുള്ളതായിരുന്നു. മോഗ ആയിരുന്നു അതിൻ്റെ ഭാഗ്യചിഹ്നം. കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. സർവീസസ് പിന്നെ ഹരിയാന. കേരളത്തിന് 5ാം സ്ഥാനം. 36ാമത്തെ നടന്നത് ഗുജറാത്തിലാണ്. സെലിബ്രേറ്റിംഗ് സ്പോർട്സ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ആപ്തവാക്യം. സാവജ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഭാഗ്യചിഹ്നം. അതിൽ ഫസ്റ്റ് സർവീസസ്, പിന്നെ മഹാരാഷ്ട്ര, ഹരിയാന. കേരളത്തിന് 6ാം സ്ഥാനം. അതായത് 36ാമത്തെ നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ ഗുജറാത്തിൽ നടക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം 6-ആണ്. 37 വന്നപ്പം 5-ആയി. അപ്പോൾ 38ാമത്തെ നമ്മൾ സ്വാഭാവികമായിട്ട് 4-ആണ് എന്ന് ചിന്തിക്കും. 4 ഉണ്ട്, പക്ഷെ അതിൻ്റെ മുമ്പിലൊരു 1 കൂടെ ഉണ്ട്. 14-ആണ് കേരളത്തിൻ്റെ സ്ഥാനം. അപ്പോൾ 36, 37, 38.
നാഷണൽ ഗെയിംസ് ആണ് നടന്നത്. 36ാമത്തെ നാഷണൽ ഗെയിംസിൽ 6ാം സ്ഥാനം, 37 5ാം സ്ഥാനം, 38 14ാം സ്ഥാനമാണ് കേരളത്തിന്. സാവജ് എന്നതൊരു സിംഹം ആണ്. ഇത്രയാണ് നാഷണൽ ഗെയിംസിനെ പറ്റി ഒരു ഓവറോൾ പറയാനുള്ളത്. അടുത്തത് പോക്സോ ആക്ട് 2012 ആണ്. നോക്കാം. പോക്സോന്റെ ഫുള്ള് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നതാണ് പോക്സോ. പോസ്കോ അല്ല, പോക്സോ ആണ്. പോക്സോ ആക്ട് നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14 നവംബർ 14 ശിശുദിനമാണ്, അതുകൊണ്ട് ഓർത്തിരിക്കാം. നവംബർ 14 2012 അത് രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും നിലവിൽ വന്നു. എന്നാൽ ജമ്മു കാശ്മീരിൽ ഒഴികെ ബാക്കി എല്ലായിടത്തുമാണ് നിലവിൽ വന്നത്. ജമ്മു കാശ്മീരിലില്ല. ഈ 2012 ഈ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീലാണ്. പോസ്കോയിൽ പി ഉണ്ട്, പ്രതിഭ പാട്ടീൽ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇത് പാസ്സാക്കിയത്. ഇനി 2012 പോക്സോ നിയമം ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 2019 ആ 2019 പോക്സോ ഭേദഗതി നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദാണ്. 2019 ഓഗസ്റ്റ് 5 ഈ ഭേദഗതി ഒപ്പുവെച്ചത്, ഓഗസ്റ്റ് 5. ഇനി 2012 ആദ്യത്തെ പോക്സോ നിയമത്തിൽ ഉൾക്കൊള്ളുന്ന അധ്യായങ്ങളും സെഷൻസും എത്രയുണ്ട്? 9 അധ്യായങ്ങളും 46 സെഷൻസും ആണ് ഉള്ളത്. 9 5 45, 45ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 46. 9 അധ്യായങ്ങളും 46 സെഷൻസും. അടുത്തത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും വരെ ഈ പോക്സോ നിയമത്തിന് കീഴിൽ വരുന്നത്. ഇനി ഈ നിയമപ്രകാരം ലൈംഗിക പീഡനം അഥവാ അതിക്രമം ഇവയ്ക്ക് ഇരയാകുന്ന കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചാണ് ശിക്ഷയുടെ കാഠിന്യം ഒക്കെ ഉണ്ടാവുക. ഇനി 18 വയസ്സോ അതിൽ താഴെയോ ഉള്ള കുട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് ലൈംഗിക പ്രവൃത്തി ചെയ്യുന്നതെങ്കിലും അതും കുറ്റകരമാണ്. 18 വയസ്സിന് താഴെ രക്ഷിതാക്കളുടെ സമ്മതപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ അതും കുറ്റകരമാണ്. IPC 376 പോക്സോ ഈ രണ്ട് ഇതും പ്രകാരം കുറ്റകരമാണ്. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നതും ശൈശവ വിവാഹ നിരോധന പ്രകാരം കുറ്റകരമാണ്. അടുത്തത് ഈ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്, അതായത് 3 തരത്തിലാണ് ഇതിനെ തിരിക്കുന്നത്. ഒന്ന് സെക്ഷൽ അസോൾട്ട്, ഒന്ന് സെക്ഷൽ ഹരാസ്മെൻറ്റ്, പിന്നെ ഒന്ന് ചൈൽഡ് പോണോഗ്രഫി. സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമമാണ്. എന്നാൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ലൈംഗിക പീഡനം. പിന്നെ കുട്ടികളുടെ ചിത്രങ്ങൾ, അശ്ലീല ചിത്രങ്ങളൊക്കെ എടുത്തിടുന്നതാണ് പോണോഗ്രഫി എന്ന് പറയുന്നത്. ഇനി സെക്ഷൽ ഹരാസ്മെൻറ്റിന് കീഴിൽ വരുന്ന, അതായത് ലൈംഗിക പീഡനത്തിന് കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കുട്ടികൾക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം, അതല്ലെങ്കിൽ നഗ്നതാ പ്രദർശനത്തിന് കുട്ടിയെ പ്രേരിപ്പിക്കുന്നത് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിന് കീഴിലാണ് വരുന്നത്. നേരിട്ടോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ കുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതും ലൈംഗിക പീഡനമാണ്. ലൈംഗിക ചുവയുള്ള വാക്കുകൾ, ആംഗ്യങ്ങൾ എന്നിവ കുട്ടികൾക്ക് നേരെ ഉപയോഗിക്കുന്നതും ലൈംഗിക പീഡനമാണ്. പിന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കോ അല്ലാതെയോ ലൈംഗിക ഉദ്ദേശത്തോടെയോ കുട്ടിയുടെ ചിത്രങ്ങൾ കൈവശം വെക്കുകയും അങ്ങനെ വെക്കുകയോ അല്ലെങ്കിൽ പങ്കുവെക്കുകയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ ചൈൽഡ് പോണോഗ്രഫി എന്ന കുറ്റകൃത്യ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നതാണ് സെക്ഷൽ അസാൾട്ട് അഥവാ ലൈംഗിക അതിക്രമത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. സെക്ഷൽ അസോൾട്ട്, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, ഇതൊക്കെ ഓരോ സ്റ്റേജ് കൂടിക്കൂടി തീവ്രത കൂടിക്കൂടിയുള്ള അതിക്രമങ്ങളാണ്. ഈ സെക്ഷൽ അസോൾട്ടിൻ്റെ ഏറ്റവും തീവ്രത കൂടിയതാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. അതായത് നിയമപരമായും കുട്ടിയെ സംരക്ഷിക്കേണ്ട ആളുകളുണ്ടല്ലോ, അവർ തന്നെ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത്. ഉദാഹരണം പോലീസുകാർ, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ, പിന്നെ കുട്ടികളുടെ ബന്ധുക്കൾ തന്നെ, സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ കുട്ടിയെ അതിക്രമിക്കുന്നതൊക്കെ ഇത് സെക്ഷൽ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിൽ വരുന്നതാണ്. അഗ്രവേറ്റഡ്. ഇനി 2019 പോക്സോ നിയമ ഭേദഗതി പ്രകാരം കുട്ടിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ലൈംഗിക അതിക്രമം, ലഹളയോ പ്രകൃതി ദുരന്തമോ പോലുള്ള സമയത്തെ ലൈംഗിക അതിക്രമം എന്നിവ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി.
പിന്നീട് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ 7 വർഷമായിരുന്നു. അത് 10 വർഷം വരെയാക്കി. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നേർക്കുള്ള പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് ശിക്ഷ 20 വർഷം വരെയുള്ള തടവും പിഴയുമായി പുതുക്കി ഭേദഗതി 2019. അതുപോലെ തന്നെ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാതെയോ വധശിക്ഷയോ ആയിട്ട് ഉയർത്തി. പിന്നീട് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൻ്റെയാണ് പരിധി വിപുലീകരിച്ചത്. പിന്നെ ഹോർമോൺ, രാസവസ്തുക്കൾ എന്നിവ നൽകി കുട്ടികളെ കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി സൃഷ്ടിക്കുന്നതും അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ഈ 2019 ഭേദഗതി പ്രകാരം. അതുപോലെ തന്നെ ചൈൽഡ് പോണോഗ്രഫിക്ക് വ്യക്തമായ നിർവചനം നൽകി. കൂടാതെ തീവ്രത കൂടിയ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനുള്ള പരമാവധി ശിക്ഷ വധശിക്ഷയായിട്ട് ഉയർത്തിയിട്ടുമുണ്ട്. വധശിക്ഷ നൽകാവുന്ന, അതായത് പോക്സോ നിയമപ്രകാരം വധശിക്ഷ നൽകാവുന്ന കുറ്റം എന്ന് പറയുന്ന അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടാണ്. പിന്നെ 2020 പോക്സോ ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾക്ക് ലൈംഗിക അതിക്രമത്തിന് ഇരയായ കുട്ടികൾക്ക് FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇടക്കാല നഷ്ടപരിഹാരം അനുവദിക്കാം. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികൾക്ക് ആഹാരം, വസ്ത്രം, യാത്രാ ചെലവ് ഇങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള തുക നിർദ്ദേശിക്കാവുന്നതാണ്. ആർക്ക്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നിർദ്ദേശിക്കാം. അതുപോലെ തന്നെ കേസ് അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കുന്നത് വരെയുള്ള കാലയളവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികളുടെ സഹായത്തിനായി മുഴുവൻ സമയ സഹായിയെ ലഭ്യമാക്കണം ആ കുട്ടിക്ക്. ഇതൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പോക്സോ സംബന്ധമായ കേസുകളിൽ പരാതി നൽകാവുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാം, ലോക്കൽ പോലീസിന് പരാതി നൽകാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് പരാതി നൽകാം. അതുപോലെ തന്നെ കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പരാതി നൽകാവുന്നതാണ്. കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ഇത് പരാതി നൽകാം. ഇതിൽ സഹായങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1098 1098 എന്ന് ഓർത്താൽ മതി, 1098. പിന്നെ ഓൺലൈനായിട്ട് നൽകാൻ 2016 മുതൽ പോക്സോ ബോക്സ് എന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ സംവിധാനം 2016 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പോക്സോ സംബന്ധമായ പരാതികൾ ഓൺലൈനായി നൽകാം. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക്, സ്കൂൾ അധികൃതർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഇത് പരാതി നൽകാവുന്നതാണ്. 30 ദിവസത്തിനകം പരാതി നൽകി ഇരയായ മൊഴിയുടെ അതായത് പോക്സോ കേസിൽ ഇരയായ കുട്ടിയുടെ മൊഴി 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. പരാതി നൽകി അതിന് 30 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. ഈ കേസുകളിലൊക്കെ കുട്ടിയുടെ മൊഴിയെടുക്കാൻ അധികാരമുള്ളത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥർക്കാണ് ഇതിന് ഉത്തരവാദിത്തമുള്ളത്. മൊഴിയെടുക്കുമ്പോൾ ഇവർ യൂണിഫോമിൽ ആകരുത്, യൂണിഫോം ഇട്ട് മൊഴിയെടുക്കാൻ വരാൻ പാടില്ല. പിന്നെ പോക്സോ കേസിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കുട്ടിക്ക് സൗകര്യമുള്ള എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ സ്ഥലത്ത് പോയിട്ട് വേണം അവർ മൊഴിയെടുക്കാൻ. പിന്നെ തുറന്ന കോടതിയിലായിരിക്കരുത് വിചാരണ ചെയ്യുന്നത്. മൊഴിയെടുക്കുമ്പോഴും വിചാരണ നടത്തുമ്പോഴും പ്രതിയെ കുട്ടിയുടെ മുമ്പിൽ കൊണ്ടുവരരുത്. അതുപോലെ തന്നെ പോക്സോ വിചാരണ നടക്കേണ്ടത് ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതിയിലായിരിക്കണം. പിന്നെ പോക്സോ കേസിലെ വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണമെന്നും നിർബന്ധമാണ്. പിന്നെ പോക്സോ നിയമപ്രകാരം കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണമെന്നതും നിർബന്ധമാണ്. പിന്നെ പോക്സോ നിയമപ്രകാരം കുറ്റാരോപിതനെ കോടതി കുറ്റവാളിയായി തന്നെ പരിഗണിക്കുക. കുറ്റാരോപിതനായിട്ടുണ്ടെങ്കിൽ കുറ്റവാളിയായി തന്നെയാണ് പരിഗണിക്കുക. പോക്സോ നിയമപ്രകാരം കുട്ടികളുടെ വ്യക്തിത്വം ഒരു തരത്തിലും വെളിപ്പെടാൻ പാടില്ല. പിന്നെ ഈ പോക്സോ നിയമപ്രകാരം ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. കോടതി കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ജഡ്ജിന് മാത്രമേ അധികാരമുള്ളൂ. പോക്സോ കേസിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ജഡ്ജിന് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പ്രതിഭാഗം വക്കീലിനോ ഒന്നും ചോദ്യം ചോദിക്കാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ഈ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് ഒരു സമയപരിധിയുമില്ല. കുട്ടിയായപ്പോൾ ഉണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും പരാതി നൽകാം, അതിനൊരു സമയപരിധി ഇല്ല. ഈ പോക്സോ നിയമപ്രകാരം 24 ശിക്ഷാ വകുപ്പുകളുണ്ട്. അതിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരേ ഒരു വകുപ്പ് 21-ലെ 1 ഒന്നാമത്തെ വകുപ്പ് പ്രകാരം മാത്രമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറ്റകൃത്യം നടന്നെന്നോ നടക്കാൻ സാധ്യതയുണ്ടെന്നോ ഉള്ള വിവരം അറിയിക്കുന്നതിൽ, അതായത് അധികാരികളെ അറിയിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുവാണെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ വീഴ്ച വരുത്തുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പാണ് പോക്സോ 21 ആ വകുപ്പിൽ പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ജാമ്യം ലഭിക്കും. ബാക്കി ഒന്നിനും ജാമ്യമില്ലാ വകുപ്പാണ്. 24 ശിക്ഷാ വകുപ്പുണ്ട്, ജാമ്യമില്ലാ വകുപ്പാണ്. അതുപോലെ തന്നെ പോക്സോ നിയമത്തിൽ ചൈൽഡ് പോണോഗ്രഫിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അധ്യായം 3-ലാണ്. 2024-25 അധ്യയന വർഷം മുതൽ സാമൂഹ്യശാസ്ത്രത്തിൽ പോക്സോ നിയമം കൂടെ ഉൾപ്പെടുത്താൻ ഉള്ള ഇതുണ്ട്. പിന്നെ ഈ പോക്സോ ആക്ടിലെ നിയമം, അതിൻ്റെ കുറ്റവും അതിൽ ഏത് വകുപ്പാണ് വരുന്നതെന്നും അതിനുള്ള ശിക്ഷ എന്താണെന്നുമുള്ള ഒരു ടേബിള് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയാണ് ഡേ 9-ലെ ടോപ്പിക്സിൻ്റെ ഫസ്റ്റ് റിവിഷൻ. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ല, വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുടങ്ങാതെ ലഭിക്കാനായിട്ട്.